പ്രമാദമായ ആ നടിയെ അപമാനിച്ച, ബലാത്സംഗം ചെയ്ത ആ കേസിൽ നമുക്ക് ഇന്നലെ വിധി വന്നു. അതിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടു. വളരെ വല്ലാത്തൊരു സങ്കടമാണ് ആ പെൺകുട്ടി അനുഭവിച്ചത്. 8 വർഷമായിട്ട് പല കോടതിയിൽ കയറിയിറങ്ങി, അടച്ച കോടതിയിൽ വിധി മാറി, ജഡ്ജിമാർ മാറി മാറി വന്നു. എന്നിട്ടും ആ പെൺകുട്ടിക്ക് എന്തുകൊണ്ടാണ് ഒരു നല്ല അഭിഭാഷകനെ അല്ലെങ്കിൽ അഭിഭാഷകയെ കിട്ടാത്തത് എന്നൊരു ചോദ്യമുണ്ട്. മാത്രമല്ല, ഇതിൽ എല്ലാവരും സംശയിച്ചിരുന്ന ദിലീപിനെ വെറുതെ വിടുകയും ചെയ്തു. നമുക്കറിയില്ലല്ലോ ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഇതിനകത്ത് എന്തൊക്കെയോ കള്ളക്കളി നടന്നിട്ടുണ്ട്. ഒരു പെൺകുട്ടി 6 പേർ ബലാത്സംഗം ചെയ്യുക, അത് പറയപ്പെടുന്ന അന്ന് ഉജ്ജ്വലമായി ജ്വലിച്ചു നിൽക്കുന്ന ഒരു നടിയെ, ആ പെൺകുട്ടി എന്ത് അപമാനമാണ് സഹിച്ചത്. അവളുടെ ജീവിതം തന്നെ പോകുന്നത് പോലെ ആയി കാണും അല്ലേ. എന്നിട്ട് ധൈര്യവതിയായി അവൾ നിന്നു, പോരാടി. പക്ഷെ അവൾക്ക് വേണ്ട പിന്തുണ എല്ലായിടത്തു നിന്നും ഉണ്ടായോ എന്ന് നമുക്കറിയില്ല. ദിലീപ് എന്തായാലും കുറ്റവിമുക്തനാക്കി. അയാൾ 90 ദിവസമോ 80 ദിവസമോ ജയിലിൽ കഴിഞ്ഞു. ഒരു ശ്രീലേഖ മാഡം ശ്രീലേഖ IPS പറഞ്ഞ അനുസരിച്ച് വെറും നിലത്ത് കിടക്കുകയായിരുന്നു. അവരാണ് അദ്ദേഹത്തിന് കട്ടിലും മറ്റുമൊക്കെ നൽകിയത്. അതിൻ്റെ പേരിൽ ശ്രീലേഖ മാഡത്തിന് ആവശ്യത്തിൽ കൂടുതൽ അപവാദം കേൾക്കേണ്ടിയും വന്നു. നല്ലൊരു സ്ത്രീയാണ് ശ്രീലേഖ മാഡം. അവർക്ക് അങ്ങനെ ഒരു അപവാദം കേൾക്കേണ്ട ആവശ്യമില്ല. ഒരു രീതിയിലും ഒന്നിനും വഴങ്ങാത്ത ഒരു സ്ത്രീയാണ് ശ്രീലേഖ മാഡം. വളരെ ധൈര്യവതിയായിട്ടുള്ള ഒരു യഥാർത്ഥ പോലീസുകാരിക്ക് അപവാദം കേൾക്കേണ്ടതായിട്ട് വന്നു. പിന്നെ ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ? ഈ പോലീസിൽ തന്നെ ക്രിമിനൽസ് ഉണ്ട്. പോലീസിലെ ക്രിമിനൽസ്, അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥ, ഇപ്പോൾ അവർ റിട്ടയർഡായി, എഴുത്തുകാരിയും വളരെ സഹൃദയമൊക്കെയാണ്. പക്ഷെ അവരുടെ ഉള്ളു നിറച്ച് വിഷമാണ്. അവർ ആരെ കൈ കിട്ടിയാലും ബൂട്ട്സ് കൊണ്ട് ചവിട്ടി അവരുടെ ശരീരം ഇല്ലാതാക്കുന്ന ഒരു സ്ത്രീ. കൂടാതെ തന്നെ അന്ന് ഉണ്ടായിരുന്ന പല ആൾക്കാരും ഇപ്പോൾ ഭക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞ് പല അമ്പലങ്ങളിലും ഭക്തി ഇതൊക്കെ നടത്തുന്ന, മഹാഭാഗവതം ഒക്കെ സംസാരിക്കുന്ന, ഗീതയെപ്പറ്റി സംസാരിക്കുന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹം പാപകർമ്മങ്ങളെല്ലാം ഒഴുക്കിക്കളയുകയായിരിക്കും. എത്ര തീർത്ഥങ്ങളിൽ ഒഴുക്കിക്കളഞ്ഞാലും ഈ കേസിൽപ്പെട്ട ആ ഉദ്യോഗസ്ഥയാണെങ്കിലും അദ്ദേഹമാണെങ്കിലും, അതുപോലെ തന്നെ ജിഷ കൊലക്കേസ് മാറ്റിമറിച്ച ഒരു പ്രധാന ഉദ്യോഗസ്ഥനുണ്ടല്ലോ നമ്മുടെ ഗവൺമെൻറ്റിനെ രക്ഷിക്കാൻ, അതിൽ ഈ ഉദ്യോഗസ്ഥയും പെടും കേട്ടോ. ഈ റിട്ടയർഡായിട്ടുള്ള ഉഗ്രയായ ഉദ്യോഗസ്ഥ, അവർക്കൊന്നും ഒരു രീതിയിലും പാപവിമുക്തി കിട്ടാൻ പോകുന്നില്ല. എത്ര തീർത്ഥക്കുളത്തിൽ മുങ്ങിക്കുളിച്ചാലും, അതുപോലെ തന്നെ എത്ര കൈലാസയാത്ര നടത്തിയാലും ഇവർക്കാർക്കും ഒരു പാപമുക്തി ലഭിക്കാൻ പോകുന്നില്ല. ഇവർ പോലീസ് നയം അതതിൻ്റെ ഇഷ്ടം പോലെ അവർ ഉപയോഗിക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ അതിജീവിതയുടെ കഥയിൽ ഒരു മാഡത്തിനെ പറ്റി പറയുന്നുണ്ട്. എല്ലാവരും അത് കാവ്യയിലേക്കും കാവ്യയുടെ അമ്മയായ ശ്യാമളയിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞില്ല. ഇത് ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞ മഞ്ജു വാര്യരിലേക്ക് ആരും വിരൽ ചൂണ്ടുന്നില്ല. ആ സമയത്താണ് മഞ്ജു വാര്യർ വീണ്ടും ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്നു വന്നതും അവർക്ക് സഹായമായി ഒരു പ്രൊഡ്യൂസറോ സംവിധായകനോ മേനോൻ, എനിക്ക് അയാളുടെ പേരിപ്പോൾ ഓർമ്മ വരുന്നില്ല, അവർക്ക് വളരെയധികം അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരിക്കലും മഞ്ജു വാര്യരുടെ കയ്യിലുണ്ടാവില്ലായിരിക്കാം, ഒരു നല്ല സ്ത്രീയാണെന്നാണ് കരുതുന്നത്. എന്നാലും ഒരു അന്വേഷണം വേണ്ടേ അതിന്? വെറുതെ ദിലീപിനെ മാത്രം ഇതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെയുള്ളതാണ് ദിലീപെങ്കിൽ, അത്ര ചീത്ത മനുഷ്യനാണെങ്കിൽ ആ മകൾ അദ്ദേഹത്തോടും പോകുമോ? അമ്മയോടൊപ്പം പോകാതെ? മകൾക്ക് കുറച്ചൊക്കെ അറിവ് വെച്ച് വരുന്നതല്ലേ, പെൺകുട്ടിയല്ലേ, അവളും ചിന്തിക്കില്ലേ? അവളുടെ വീട്ടിലെ ആ അമ്മയുടെ കണ്ണീര് ഇപ്പോഴും ഓർക്കുമ്പോൾ സഹിക്കുന്നില്ല കേട്ടോ, ദിലീപിനെ കാണാൻ വന്ന അമ്മ. അപ്പോൾ അയാളും ഈ അതിജീവിതയും തമ്മിൽ ഒത്തിരി കച്ചവടങ്ങൾ, ബിസിനസ് ഇതുണ്ട്, റിയൽ എസ്റ്റേറ്റും മറ്റു റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ വീർപ്പിച്ച് ഒരാളിങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ചെയ്തുകൂടാ എന്നുമില്ല, നമുക്ക് സാക്ഷിയില്ലല്ലോ. അയാൾ നല്ല വക്കീലിനെ വെച്ചു, അയാൾ രക്ഷപ്പെട്ടു പോയി, അതെന്തോ ആവട്ടെ. പക്ഷേ ഒരു സൈഡ് കൂടെ നിങ്ങൾ നോക്കണമായിരുന്നു. മഞ്ജു വാര്യരുടെ അവരുടെ ഭർത്താവിനെ ഒരു സ്ത്രീ പിടിച്ചുകൊണ്ടു പോകുന്നു. അതിലവർ വളരെ ഷോക്ക്ഡായിരിക്കും. ഒരു സ്ത്രീക്ക് വൈരാഗ്യം വന്നാൽ അവരെന്തും ചെയ്യും. അവർ ഭദ്രകാളിയായിട്ടോ അതിനപ്പുറമോ മാറും. അത് സ്ത്രീയുടെ സ്വഭാവമാണ്, പുരുഷനെ പോലെയല്ല. അവരുടെ വൈരാഗ്യം ഒരിക്കലും മാറില്ല, അത് നശിപ്പിച്ചേ അടങ്ങുകയുള്ളൂ. അതിനെന്തെങ്കിലും കെണി ഒരുക്കിയതാണോ നമുക്കൊന്നും അറിയില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഒരാളിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇത് സുപ്രീം കോടതിയിലേക്ക് പോകുമായിരിക്കും.
എന്തൊക്കെയായാലും ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ പോലീസിൽ ക്രിമിനൽസ് ഉണ്ട്, ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളവരുണ്ട്. പ്രത്യേകിച്ചും ഈ എഴുത്തുകാരിയായ ഒരു ഉദ്യോഗസ്ഥ, അവർ സുന്ദരിയാണ്, അവർ സ്മാർട്ടാണ്. ജിഷ കൊലക്കേസിൽ ജിഷയുടെ ഫോട്ടോയും ഒരു പൊളിറ്റീഷ്യൻ്റെ ഫോട്ടോയും കൂടെ അടുത്തടുത്ത് വെച്ച് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് കേട്ടോ. ചിലപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമായിരിക്കും, വയസ്സായില്ലേ, തോന്നിയതായിരിക്കും. അവർ തമ്മിൽ നല്ല മുഖ സാമ്യം എനിക്ക് തോന്നി. ഇതിൽ രാജേശ്വരിയെ പിടിച്ച് നന്നായിട്ടൊന്ന് ഒരു ചോദ്യം ചെയ്യലുണ്ടായാൽ ചിലപ്പോൾ ഇത് വെളിയിൽ വരും. ഇല്ലാതെ ഒരു പാവം ആസാമി ചെറുക്കനെ അവനെ ഈ ഉദ്യോഗസ്ഥ ബൂട്ട്സിട്ട് ചവിട്ടി അവൻ്റെ ശരീരത്തിലെ ഓർഗൻസ് ഒന്നും ഇല്ലാതാക്കി അവനെ ഇട്ടൊക്കെയാണ്. ഇനി അവൻ കൊലക്കയർത്ത് നോക്കി നിൽക്കിയിരിക്കുകയാണ്. അവൻ്റെ ഫാമിലിയെ പറ്റി അന്വേഷിക്കുന്നില്ല. ആ സമയം ഇവിടെ ഉണ്ടായിരുന്നില്ല. അവന് പാകമാകാത്ത ചെരുപ്പ് അവിടെ കൊണ്ടിട്ടു. ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി തന്നെയാണ്. ഇനിയെങ്കിലും പൊതുജനങ്ങളെ, പുരോഗമനവാദികളെ, ആ പയ്യന് വേണ്ടി ഒന്ന് നിങ്ങൾ വെളിയിലിറങ്ങും. എന്തായാലും അവനെങ്കിലും രക്ഷപ്പെടട്ടെ. അവന് വേണ്ടി അന്നത്തെ കേസ് അന്വേഷിച്ച ഈ പ്രതി വളരെ എന്തു പറയുക, വളരെ പ്രഗത്ഭയായ ആ സ്ത്രീ മാഡം, പോലീസ് മാഡവും, അതുപോലെ അതിലുണ്ടായിരുന്ന സെൻകുമാർ എന്ന് പറയുന്ന സാറും ഒക്കെ ആണതെന്ന് അന്വേഷിച്ചത്. മാഡത്തിൻ്റെ ബൂട്ട്സിൻ്റെ ഇതാണ് അവൻ്റെ പുറത്ത് മുഴുവൻ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും എന്തുകൊണ്ട് നിഷ ഈ കുറച്ച് പ്രിവെൻറ്റീവ് മെഷേഴ്സ് കണ്ടു നടന്നു, ആയുധങ്ങൾ കൊണ്ടു നടന്നു? ഈ കുഞ്ഞു ചെറുക്കൻ, ഇത്രയുള്ള ചെറുക്കൻ, ഈ ഇത്രയും പൊക്കവും വണ്ണവുമുള്ള നിഷയെ എങ്ങനെ ഉപദ്രവിക്കാൻ പറ്റുമോ? ഇതൊക്കെ നിങ്ങൾ ഒന്നുകൂടെ തീരുമാനിക്കൂ. എൻ്റെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെ, നിങ്ങൾ നിഷയ്ക്ക് വേണ്ടി ഒന്നുകൂടെ വെളിയിലിറങ്ങും. അവളുടെ ആത്മാവിന് ഒരു മുക്തി കിട്ടാനെങ്കിലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒന്ന് ഈ യഥാർത്ഥമായിട്ടുള്ള കാരണങ്ങൾക്ക് വേണ്ടി നല്ല അഭിഭാഷകരെ വെച്ച് നിഷ കേസ് ഒന്നുകൂടെ ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ, ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള ഈ പോലീസുകാരെ നമുക്കൊന്ന് മുന്നിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെയാണ് പോലീസിനകത്ത് വേറൊരു പച്ചവെളിച്ചം എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് കൂടെ ഉള്ളതായിട്ടാണ് അറിയുന്നത്. അപ്പോൾ അവരെങ്ങനെയായിരിക്കും? അവർക്കെല്ലാം ഇതിനകത്തുള്ള നിഗൂഢതകളും അറിയാൻ പറ്റും അല്ലേ? അത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കില്ലേ? ഇതൊക്കെ അറിയുക. പോലീസിനെ ഒന്ന് ഉടച്ച് വാർത്ത് അതൊന്ന് പ്യൂരിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പാർട്ടിക്ക് അനുകൂലമായിട്ടല്ല പോലീസ് നിൽക്കേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടിയാണ് പോലീസ്. പോലീസേ എന്ന് പേടിച്ച് ഒടിക്കേണ്ടവരല്ല ജനങ്ങൾ. ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകേണ്ടവരാണ് പോലീസ്. ഇനി ഇതിൻ്റെ പേരിൽ എനിക്കെതിരെ കേസെടുത്താലും കുഴപ്പമില്ല.